ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് പൊരിച്ച കോഴിക്കറിയും ചപ്പാത്തിയാണ് കേട്ടോ. ഇന്നലെ രാത്രിയാണ് വെച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ എടുത്ത് വെക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് രാത്രിത്തേക്ക് 4 പേർക്ക് ഇത് മതി. അങ്ങനെ നമ്മൾ ആ ചിക്കൻ്റെ അകത്ത് പച്ച പെരിഞ്ചീരകവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നീട് നമുക്ക് വേണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയാണ് കേട്ടോ ഗൈസ്. മുളക് പൊടിയും കൂടി ഇട്ടു, പിന്നെ കുരുമുളക് പൊടിയും ഇട്ട്, പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ പെരട്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കും. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ തക്കാളി. നമ്മളൊരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചു. എന്നിട്ട് ഈ പെരട്ടി മാറ്റി വെച്ചിരിക്കുന്നതിനകത്ത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഗൈസ്. അതിനുശേഷം നമ്മളിത് കുറേശ്ശെ പറക്കി ഇടാൻ തുടങ്ങി. ഇതിൻ്റെ മണം അടിക്കുമ്പോഴേ അവിടെ നിന്ന് വരും കേട്ടോ, 2 പേരും കൂടി വരും കേട്ടോ. നമ്മളപ്പോൾ ഇത് പൊരിക്കുന്നതിൻ്റെ മണമാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് അങ്ങ് വേവിക്കുന്നില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ പൊരിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മസാല വറുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് രാത്രിയൊക്കെ സമയം കിട്ടത്തുള്ളൂ ഷോപ്പിൽ നിന്ന് വന്നിട്ടേ. അപ്പോൾ അതിനെ നമ്മളിതാ പൊരിച്ച് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. ഇതുപോലെ എടുത്ത് മാറ്റി. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് 2-3 ഏലക്കയും ഗ്രാമ്പുവും കരിവേപ്പിലയും പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് സവോളയും കൂടി ഇട്ട് കേട്ടോ. പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് കറിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിനുശേഷം നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് കിടന്ന് വഴലണം കേട്ടോ. എന്നാലേ ഈ കറിക്ക് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് വരും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലാസ്റ്റ് ഇട്ടു, പിന്നെ തക്കാളി കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ നമ്മൾ വഴറ്റി ഗൈസ്. പിന്നെ ഇച്ചിരി ചൂട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും അപ്പോഴത്തേക്കും ഒന്ന് തിളച്ച് വന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ എണ്ണ ഉണ്ടായിക്കൊണ്ടിട്ട് അതിൻ്റെ അകത്ത് കിടന്ന് നല്ല ഇണക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വീണ്ടും മുളക് പൊടി ഇട്ടു ഗൈസ്. പിന്നെ അതിനുശേഷം നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയാണ് കേട്ടോ. കുറച്ച് മല്ലിപ്പൊടിയെ നിങ്ങൾ ചിക്കൻ കറിക്ക് യൂസ് ചെയ്യാവുള്ളൂ, ഒരുപാട് ഇട്ടാൽ ഭയങ്കര ഒരു വല്ലാത്തൊരിതാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന കോഴീനെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അകത്തോട്ട് തട്ടി കേട്ടോ. തട്ടിയതിന് ശേഷം നമ്മൾ അത് നല്ലതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന ചൂടുവെള്ളം, ഇച്ചിരി ചൂടുവെള്ളം ഉള്ളൂ കേട്ടോ, അത് ഇച്ചിരി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്, അതും ഒന്ന് ഒഴിച്ചു ഗൈസ്. അപ്പോൾ അടിപൊളി പൊരിച്ച ചിക്കൻ കറി റെഡിയായി. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഇരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തിയായിട്ട് കഴിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.